ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ള വി നെക്ക് വരുന്ന ഒരു നൈറ്റിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൈറ്റി ബിറ്റ് 2.90 നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു നൈറ്റി ഉൾഭാഗത്താണ് നമുക്ക് അളവുകളൊക്കെ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനെ രണ്ടായിട്ട് മടക്കിയെടുക്കാം. ആ ഒരു രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം എത്രയാണോ നമുക്ക് ഈ ഒരു നൈറ്റിക്ക് ലെങ്ത്ത് വേണ്ടത് അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മടക്കിയെടുക്കാം. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ട ശേഷം ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുമിച്ചാണ് അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തുമായിട്ട് തുണി 4ആയിട്ടാണ് മടക്കിയിട്ടിട്ടുള്ളത്. മുകൾ വശവും ഫോൾഡഡ് സൈഡ് തന്നെയാണ്. ആദ്യം ആ ഒരു മുകൾ ഭാഗത്തെ ഫോൾഡഡ് സൈഡ് വരുന്ന ഭാഗത്ത് ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഷോൾഡർ എനിക്കിവിടെ 15 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ റൗണ്ടും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇത് ഒരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 46 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 11.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് 20 ഇഞ്ചിലും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് 12 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും 1 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റിൽ നിന്നും താഴോട്ടേക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് ഒരു കേർവ്ഡ് വി ഷേപ്പിലാണ് നെക്ക് വരച്ചു കൊടുക്കുന്നത്. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൻ്റെ താഴത്തോട്ടായിട്ട് 1/2 ഇഞ്ച് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൽ നിന്നും ആം ഹോളിൻ്റെ ആ ലെങ്ത്തിലേക്ക് ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ ചരിച്ച് വരച്ചു കൊടുക്കുക. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് ഇതിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നു മാത്രം. നമ്മൾ ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് നെക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമുക്ക് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവ്സ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 8 ഇഞ്ചാണ് വേണ്ടത്. ഞാനിവിടെ 8.5 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്പ് ഹൈറ്റ് എനിക്ക് 3.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പം മുകളിൽ നിന്ന് താഴോട്ടേക്ക് 3.5 ഇഞ്ചിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. സ്ലീവ്സ് റൗണ്ട് അടിവശത്ത് 7.5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ബൈസെപ്സിൻ്റെ ഇവിടെ 8.5 ഇഞ്ചാണ്. അപ്പോൾ അവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
ഇനി ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിലും നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുത്ത ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് നെക്ക് നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കട്ട് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് 10 ഇഞ്ചിലൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫോൾഡഡ് സൈഡിന് ഉൾഭാഗത്തേക്ക് 4.25 ഇഞ്ചിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടക്സിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ അളവ് തന്നെ മറ്റേ ഭാഗത്തേക്കും അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് 1.5 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവ്സും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഫ്രണ്ട് പീസിൻ്റെ നെക്ക് പോർഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. നെക്ക് ഭാഗം ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ഷേപ്പിൽ നമുക്ക് ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയലാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബേൻ്റെ പീസ് ഈ ഒരു നെക്കിൻ്റെ അതേ ഡിസൈനിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നെക്ക് നമ്മൾ ഇവിടെ 3 ഇഞ്ച് വിഡ്ത്തും 7 ഇഞ്ച് ലെങ്ത്തിലും മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒരു കേർവ്ഡ് വി ഷേപ്പ് ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പീസിൻ്റെ ഫോൾഡഡ് സൈഡും നമ്മുടെ നൈറ്റി ബിറ്റിൻ്റെ ഫോൾഡഡ് സൈഡും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു നെക്ക് കഴിഞ്ഞിട്ട് എത്ര വീതിയിൽ തുണി വേണം എന്നുള്ളത് അനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു 2.5 ഇഞ്ചിലാണ് ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയൽ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ആ നെക്കിൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവനും 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ തന്നെ ചെറിയ ചെറിയ ഹോൾസ് വരും. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് ഉള്ളിൽ നിന്ന് അടിച്ചിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല. ആ ഒരു തയ്യൽ തുമ്പ് പുറത്ത് കാണും. അപ്പം നമ്മളിതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പൈപ്പിംഗ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വെള്ള കളറിലുള്ള തുണിയിൽ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആ നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വൈറ്റ് കളറിലുള്ള ഹക്കോബ മെറ്റീരിയലിൻ്റെ മോശം വശം നമ്മുടെ ഈ ഒരു നൈറ്റി ബിറ്റിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് കൊടുക്കാം. അതായത് ഈ ഒരു ഹക്കോബ മെറ്റീരിയലിൻ്റെ നല്ല വശം നമുക്ക് ഇവിടെ നല്ല ഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഈ ഒരു സെൻട്രൽ ഭാഗത്തെ പീസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഉൾഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എളുപ്പം. പക്ഷേ ഇത് ഹക്കോബ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല വശത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ആ ഒരു നെക്ക് സൈഡിലും അതിൻ്റെ മറ്റേ ഭാഗത്തും, അതായത് വൈറ്റ് കളർ തുണിയുടെ അറ്റത്തും ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ തന്നെ പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ അകത്ത് നിന്ന് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൽ നിന്ന് ക്രോസ് പീസുകൾ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. നമുക്ക് എത്ര നീളത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ ഈ ഒരു സ്കെയിലിൻ്റെ വീതിയിൽ, അതായത് 1.25 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എത്ര നീളത്തിലാണോ തുണി വേണ്ടത് അതിനനുസരിച്ച് പീസുകൾ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇതേപോലെ നീളത്തിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം ഈ ഒരു നെക്ക് സൈഡിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മുടെ ഈ മെഷീൻ്റെ ഫൂട്ടറിൻ്റെ അതേ വീതിയിൽ നെക്കിൻ്റെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രോസ് പീസിൻ്റെ മറ്റേ അറ്റത്ത് ഒരു 1/4 ഇഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് പൈപ്പിങ്ങിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തും കൂടി പൈപ്പിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ സൈഡ് വഴി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മറ്റേ ഭാഗം ആ ഒരു ക്രോസ് പീസിൻ്റെ മറ്റേ ഭാഗം ഒരു 1/4 ഇഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ പൈപ്പിങ്ങിന് വീതി വേണ്ടത് അതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പൈപ്പിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസ് നമ്മുടെ ഈ നൈറ്റി മെറ്റീരിയലിലേക്ക് പതിപ്പിച്ച് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇതേപോലെ ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി എടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ക്രോസ് പീസിൻ്റെ നല്ല വശം ഈ ഒരു നെക്കോട് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഫോട്ടറിൻ്റെ വീതിയിൽ ഇതേപോലെ നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ പെടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ബാക്ക് നെക്കിൽ നമ്മളിപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ ഫ്രണ്ട് നെക്കിൻ്റെ ആ ഒരു സൈഡ് ഭാഗം വെച്ച് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബാക്ക് പീസിൻ്റെ ക്രോസ് പീസ് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസിലെ ആ ഒരു ക്രോസ് പീസ് നമ്മൾ ആദ്യം ഒരു പ്രാവശ്യമാണ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരുന്നത്. ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ അടിവശത്ത് ഈ ഒരു കരഭാഗമാണ് വരുന്നത്.
ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. എനിക്ക് ഈ ഒരു ലെങ്ത് തന്നെ സ്ലീവിന് വേണം, അതുകൊണ്ട് ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന സൈഡിൽ 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുന്ന സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. സ്ലീവിൻ്റെ സെൻട്രൽ ഭാഗവും ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്, പിന്നീട് മറ്റേ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്ലീവിൻ്റെ അടിവശത്തായിട്ട് ഞാനൊരു വൈറ്റ് കളറിലുള്ള ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും അടിയിലോട്ടായിട്ടല്ല, ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് സ്ലീവ്സിൻ്റെ അറ്റത്തും ഇതേപോലെ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ്സ് മുതൽ താഴെ വരെ രണ്ട് സൈഡും അളവനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്ക് വശത്ത് നമ്മൾ 2 ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിഭാഗം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മോഡൽ നൈറ്റിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.